പശ്ചിമ കൊച്ചി നിവാസികൾക്ക് എറണാകുളം സിറ്റിയിലേക്ക് കടക്കാൻ BOT പാലം മാത്രമായിരുന്നു ആശ്രയമെന്നിരിക്കെയാണ് ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിന്റെ വരവ്. എന്നാൽ പാലം പണി കഴിഞ്ഞ അന്നു മുതൽ ഓരോ പ്രശ്നങ്ങളാണ് പാലത്തിന്. ഇപ്പോൾ ഒടുവിലത്തെ പ്രശ്നം അപ്രോച്ച് റോഡിന്റെ കയറ്റിറക്കമാണ്. വൻ മല കയറുന്നത് പോലെയാണ് ഓരോ വാഹനവും കാൽനട യാത്രക്കാരും പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. ആരുടെ കൈകളാണ് പാലത്തിന് താങ്ങാവുക? യാത്രികരുടെ ജീവന് ആര് കാവൽ നിൽക്കും? മെട്രോ 7 ന്യൂസ് കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലം കുലുങ്ങിയാലെങ്കിലും കേളൻ കുലുങ്ങുമോ? ഒരു കുന്നിലേക്ക് കയറുന്ന ബുദ്ധിമുട്ടോടുകൂടെയാണ് ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിലേക്ക് നടന്നു കയറുവാൻ. വലിയ കുത്തനെയുള്ള ഒരു കയറ്റമാണിവിടെ. ഈ കയറ്റം ഉണ്ടായിട്ട് അനേകം നാളുകളായി. ഇതിനൊരു പരിഹാരം കാണുവാനായി ജനങ്ങളെല്ലാവരും മുറവിളി കൂട്ടുകയാണ്. യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വാഹനയാത്രികരുടെ കാര്യം വളരെ കഷ്ടമായിരിക്കുമല്ലോ. വാഹനങ്ങളുടെ അടിഭാഗം ഇടിക്കുകയും ഇരുചക്ര വാഹനങ്ങൾ സ്ഥിരമായി ഇവിടെ വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഈ പാലത്തിൽ അനേകം സ്ഥലങ്ങളിൽ പൊട്ടുപാടുകൾ വീണിട്ട് അതിൻ്റെ ഉപരിതലത്തിലുള്ള പൊട്ടുപാടുകൾ തീർക്കുവാനായിട്ടുള്ള പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിന് കൂടെ പരിഹാരമുണ്ടാകണ്ടേ? അരൂർ, ഇടക്കൊച്ചി, പള്ളുരുത്തി, കുമ്പളങ്ങി, ചെല്ലാനം നിവാസികൾക്ക് എറണാകുളത്തേക്ക് എത്താനുള്ള ഒരു എളുപ്പമാർഗമാണ് 74 കോടി രൂപ ചിലവഴിച്ച് PWD നിർമ്മിച്ച കണ്ണങ്ങാട്ട് പാലം. പാലത്തിന്റെ കോൺക്രീറ്റിന് മുകളിലെ പ്ലാസ്റ്ററിന് ഗുണനിലവാരം പോരാ, പല സ്ട്രീറ്റ് ലൈറ്റുകളും കത്തുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പുറമെയാണ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ കയറ്റിറക്ക പ്രശ്നം ഉയർന്നു വരുന്നത്. അനാവശ്യമായ ഒരു കട്ടിങ്ങും അസാധാരണമായ ഒരു സ്ലോപ്പുമാണ് ഇരുചക്രവാഹന യാത്രക്കാരെയും മറ്റും വീഴ്ത്തുന്നത്. ബാലൻസ് കിട്ടാതെ വരിക തുടങ്ങിയവയാണ് കാർ മുതലായ മറ്റു വാഹനങ്ങൾ ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ. സ്ഥിരം ഇവിടെ വന്ന് പഞ്ചറാണല്ലേ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ചാടി വന്ന് വീണ് ഒരു രക്ഷയുമില്ല. ഇപ്പൊ അതേ രണ്ടാമത്തെ പ്രാവശ്യം പഞ്ചറാവുന്നത്. ഇവിടെ എത്ര ആൾക്കാരാണ് വീഴുന്നത്? വണ്ടി നേരെ വന്ന് പെണ്ണുങ്ങളൊക്കെ അപ്പം തന്നെ വീഴട്ടെ, അറിയാൻ പാടില്ലാത്തവർ. അപ്പം ഇത് നേരെ എന്തെങ്കിലും ചെയ്തു വരികയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നമുക്ക് യാത്ര ചെയ്യണ്ടേ? പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ഒന്നാമതെ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഒരു സ്ലോപ്പിൽ വരുമ്പോൾ പോലും ഇവിടെ ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സിറ്റുവേഷനാണ്. ഭയങ്കര നല്ലൊരു സ്ലോപ്പാണ് ഇവിടെ വന്നേക്കുന്നത്. അത് ഇത് അധികം നാളായി ഈ പാലം തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെയാണ്. ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും പേച്ച് വർക്കൊക്കെ ചെയ്ത് പോവും. വീണ്ടും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് വരുന്നത്. ഈ പാലത്തിന്റെ കയറ്റിറക്ക പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ബസ് റൂട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഇതിലൂടെ സാധ്യമാകുന്നതാണ്. വണ്ടി വന്ന് ഇടിച്ച് വീഴാൻ ലോഡ് വന്ന് വീഴുമ്പോൾ താന്നു. ഇത്ര നല്ലൊരു കട്ടിങ് അല്ലേ വന്നേക്കണേ. അത് കാരണം ഭയങ്കര വണ്ടിക്കൊക്കെ നല്ല പ്രശ്നം. എല്ലാ വണ്ടി വരാൻ പറഞ്ഞാൽ ചവിട്ടി അടിക്കണം. വേറെ വണ്ടി കയറി വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇതിപ്പോ കുറെ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ്. പാലം പണിതപ്പത്തോട്ട് തന്നെ ഇങ്ങനെ തന്നെയാണ്. 2024 നവംബർ മാസത്തിൽ ഇതിനായി അനുവദിച്ചിരുന്ന ഫണ്ട് ഉപയോഗിച്ച് അപ്രോച്ച് റോഡിന്റെ അപാകതകൾ പരിഹരിച്ച് യാത്ര സുഗമമാക്കുമെന്ന് MLA K. ബാബു ഉറപ്പ് നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ ഉറപ്പ് നടപ്പിലാക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അധികൃതർ മുൻകൈയെടുത്ത് എത്രയും വേഗം യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കൊച്ചിയിലെ ജനങ്ങൾക്ക് ഏറ്റവും വേഗം നഗരത്തിലേക്ക് എത്തുവാൻ, എറണാകുളം നഗരത്തിലേക്ക് എത്തുവാൻ ഏറ്റവും മനോഹരമായ പാതയാണ് കണ്ണങ്ങാട്ട് ഇടക്കൊച്ചി പാലം. പക്ഷേ ഈ പാലത്തിൻ്റെ ദുരവസ്ഥ ജനങ്ങൾക്ക് ദുരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുഗമമായ യാത്ര ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ടാകണം. ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഈ കയറ്റിറക്ക പ്രശ്നം അത് പരിഹരിക്കുവാനായി ഏകദേശം 13 ലക്ഷം രൂപയോളം കഴിഞ്ഞ നവംബറിൽ പാസ്സാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനായി അധികാരികൾ തയ്യാറാകുന്നില്ല. K. ബാബു MLA ഫണ്ട് അനുവദിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ആരാണ് ഈ നിർമ്മാണ ജോലികൾ നടത്തേണ്ടത്? ഉദ്യോഗസ്ഥരല്ലേ? അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുവാൻ സാധിക്കണം. അതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം നിറവേറ്റപ്പെടണം. മെട്രോ 7 ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സിമുലേഷനൊപ്പം റെഡ്ജൻ റബല്ലോ.